മനുഷ്യനെ സൃഷ്ടിച്ചത് ഇര തേടാനും ഇണ ചേരാനുമല്ലേ? ആ ഇണചേരൽ പൊതുനിരത്തിൽ വേണമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ നന്നാക്കാൻ സാധിക്കും. ഇതൊന്നും വളരെ കുഞ്ഞിലെ മുതൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ എത്തിക്കൽ എഡ്യൂക്കേഷനും സെക്സ് എഡ്യൂക്കേഷനും വേണം. ഇടപെടേണ്ട സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇടപെട്ടേ മതിയാകും. മറൈൻ ഡ്രൈവിൽ കുടയടകത്ത് എന്ത് നടക്കുന്നു എന്ന് കരുതിയാണ് ഈ ഒളിഞ്ഞു നോക്കുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ വിളിച്ചുകൊണ്ടുപോയി കൊടമരക്കുള്ളിൽ വെച്ചിട്ട് എന്നിട്ട് അത് സ്വകാര്യത എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആ അഭിമാനം അത് ശരിയല്ല. അത് ചെയ്യണമെങ്കിൽ റൂം എടുത്ത് ചെയ്യണം സാർ. ഒളിച്ചു വെക്കാൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുടഞ്ഞൂടിയിരിക്കണം അവിടെ. സാർ പറഞ്ഞ എല്ലാം നെഗറ്റീവാണ്. സാർ പോസിറ്റീവായിട്ട് ഒരു കാര്യത്തെ കാണില്ല. പറഞ്ഞു കൊടുക്കുന്നവർ നന്നായിരിക്കണം. അവരുടെ സെർച്ച് ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരെത്രത്തോളം ഡീസന്റ് ആണെന്ന്. ഞാൻ എഴുന്നേറ്റ് സല്യൂട്ട് കൊടുക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ലക്ഷ്മി ജുവലറി ശ്രീകണ്ഠ നായർ ഷോ, കോ പവർഡ് ബൈ കൈരളി TMD ആൻഡ് MJ ഇൻഫ്രാസ്ട്രക്ചർ. വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മലയാളികൾ ഒരുപാട് മാറി തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോഴും 3 നേരവും കുളിക്കും, എന്നാൽ കണ്ണ് തപ്പിയാൽ നമ്മൾ റോഡിൽ മുറുക്കിത്തുപ്പും. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ വന്നത്. സോഷ്യൽ മീഡിയയൊക്കെ അതിശക്തമാകുന്ന ഒരു കാലത്തും നമ്മൾ ഒളിഞ്ഞു നോട്ടക്കാർ എന്ന വിശേഷത്തിലേക്ക് പോകുന്നു. അന്യൻ്റെ സ്വകാര്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ഒരു ത്വര മലയാളിക്ക് കൂടി വരികയാണോ? ഇതാ നമ്മുടെ ഒരു അന്വേഷണം. ഹായ്, അഡ്വക്കേറ്റ് ശാന്തി. ഇപ്പൊ എവിടെ ജീവിക്കുന്നു? ഇപ്പൊ കൊച്ചിയില്. കൊച്ചിയിലെ ജീവിതം എങ്ങനെയുണ്ട്? കൊതുകടി ഒഴിച്ചാൽ വളരെ സുഖം. കക്ഷി കേസുകള്, ഹൈക്കോടതി, അങ്ങനെ മൊത്തത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ആരുടെ കേസുകളാണ് കൂടുതൽ കിട്ടുന്നത്? എല്ലാം ഉണ്ട് സർ. ഇപ്പോൾ ഈ കാലത്ത് എനിക്ക് തോന്നുന്നു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ആണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ കുറ്റത്തിന് ഒരു കുറവില്ലാത്തതുകൊണ്ട് സ്ഥിരം കുറ്റവാളികളുടെ കേസുകൾ. അപ്പൊ രാവിലെ ശാന്തി എന്നുള്ള അഭിഭാഷക പ്രാർത്ഥിക്കുന്ന എന്താ? കുറ്റങ്ങൾ കൂടണമെന്നാണോ? ഒരിക്കലുമല്ല. ലോക സമസ്ത സുഖ്നോ ഭവന്തു ശീലിച്ചത് കൊണ്ട് ലോകത്ത് എല്ലാവരും സുഖമായിട്ടിരിക്കണം സർ. മാത്രമല്ല എല്ലാവർക്കും അവരവരുടെ റൈറ്റ്സും സന്തോഷവും ഒക്കെ എപ്പോഴും ഉണ്ടാകണം. ഞാൻ കാരണം ആരുടെ സന്തോഷം പോകരുത്, ആരും കാരണം എന്റെ സന്തോഷവും പോകരുത്. ഉടനെ ശാന്തി ഡൽഹിയിൽ ഇറങ്ങണം. ഡൽഹിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇറങ്ങുന്നുണ്ട്. നേതാവാകും. അത്രയും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ശാന്തി, ഞാൻ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് മലയാളി ജീവിതം കുറച്ചധികം മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ നെറ്റൊക്കെ വന്നപ്പോൾ, ഇന്റർനെറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ പെട്ടെന്ന് ബന്ധപ്പെടാനും ഒക്കെ അവസരം കിട്ടി. സ്കൈപ്പ് വന്നു, ഇപ്പോൾ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളിലൂടെ മലയാളി ശാരീരികമായിട്ടും ഭൗതികമായിട്ടൊക്കെ ഒരുപാട് മാറി. പക്ഷേ ഉള്ളിലിരിപ്പ് അവന് മാറ്റമേ ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് അന്യൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള നോട്ടത്തിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ശാന്തിയുടെ ഒരു അഭിപ്രായം എങ്ങനെയാ സർ? ഇത് ഉള്ളിലൊന്ന് വയ്ക്കുക, പുറത്ത് വേറെ പെരുമാറുക. മലയാളികളെ കൊണ്ട് മാത്രമേ അത് കഴിയുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടാകട്ടെ, അവിടെ ഒന്നും തന്നെ ഈ മോറൽ പോലീസിങ്ങോ മറ്റുള്ളവരിലേക്ക് ഒരു നോട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. വാർത്തകളിലൂടെ തമിഴ്നാട്ടിൽ മോറൽ പോലീസിങ്ങിനെ കുറിച്ച് നമ്മൾ ആരും കേട്ടിട്ടില്ല. കർണാടക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു, എനിക്ക് സന്തോഷമില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റവനെ ഞാൻ സ്വൈര്യമായിട്ടും സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. മുരളീകൃഷ്ണ, എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യമൊക്കെ നോക്കി ജീവിച്ചുകൂടെ എന്നാണ് എപ്പോഴും ആളുകൾ പറയുന്നത്. നല്ല ചിന്ത ഒരുപാട് ആൾക്കാരുടെ മനസ്സിലാകും. പക്ഷേ ഒരു പൊതുധാര നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും വളരെ കൺസേൺഡാണ്. എന്നാൽ പൊതുവേ മലയാളി ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുന്നായ്മകളിൽ ഒന്നായിരുന്നു. എന്നായിരുന്നു ഈ മലയാളി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ തുടങ്ങിയത്? ഈ മൊബൈൽ വന്നപ്പോഴും ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വന്നപ്പോഴും ഈ പറയുന്ന സദാചാര പോലീസ് വന്നപ്പോഴും ഒക്കെയായിരുന്നു ഈ മലയാളിയുടെ എത്തിനോട്ടം. പണ്ടുണ്ടായിരുന്നു. അതൊരു ഇഷ്യൂ ആവാനുള്ള കാരണം എന്തായിരുന്നു? പണ്ട് നമ്മൾ കുളത്തിൽ കുളിക്കാൻ പോകുമായിരുന്നില്ലേ, ആളും പെണ്ണൊക്കെ ഒരുമിച്ച്? അവിടെ സ്വകാര്യത്തിന് ആരെങ്കിലും എത്തി നോക്കിയിരുന്നോ? ഇല്ലല്ലോ. പണ്ട് ഈ കൊളക്കടവിൽ സ്ത്രീകൾ കുളിക്കുമ്പോൾ കുറെ പേര് ഒളിഞ്ഞു നോക്കാറില്ല. പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പണ്ട്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് കേസ് എവിടെ നടന്നാലും ആൾക്കാർ നേരിട്ടൊന്ന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിറ്ററസി എത്രമാത്രം നമ്മൾ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. ഇതൊരു സൈക്കിക്കാണ്, ഒരു മനുഷ്യന്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ആധുനികമായ കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ ഇത് കൂടിയോ കുറഞ്ഞോ? അല്ല, കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ക്രിയാത്മകമായി അതിന്റെ ക്രിയേറ്റീവ് തലത്തിലേക്ക് അതിന്റെ കൂടുതൽ ഇന്നോവേഷൻസ് വന്നു. ഇതിനെ വാട്സാപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, ഫേസ്ബുക്കിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ സിസ്റ്ററും എനിക്ക് ഒരുമിച്ച് പോകാൻ പാടില്ലേ? ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. മറീന ബീച്ചിൽ ഒരു ഡോക്ടറും ഒരു ലേഡിയും ഒരു മാനും.
ഇവർ തമ്മിൽ സംസാരിച്ച് പോകുമ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. കാരണം ഒരു പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡോക്ടറായിരുന്നു, ഈസ് എ ക്യാൻസർ പേഷ്യൻറ്റ്. അവിടെ പോലീസുകാരെ പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് സാറേ. ഒരു ഡോക്ടർ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറക്കിയിട്ട് മറീന ബീച്ചിൽ വൈകുന്നേരം നടക്കുകയാണ്. എനിക്കറിയാം ഡോക്ടർ ആരാണ്. അത് ഇവിടെ കേരളത്തിലാണെങ്കിൽ ഈ സദാചാര പോലീസ് എന്ത് ചെയ്യും? പ്രശ്നമാവും. ജ്യോതിയുടെ ഒരു നിലപാട് എങ്ങനെ? ജ്യോതി ഒരു സാമൂഹിക പ്രവർത്തക കൂടിയ വേറെ ആംഗിളായിരിക്കുമല്ലോ ഇതിനെ കാണുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് ഇപ്പൊ ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെയോ ബോധത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുറെ കൂടി ജനാധിപത്യപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയും എന്നിട്ട് കടക്കുകയും ചെയ്യുമ്പോൾ അത് അതിക്രമമായിട്ട് നമ്മൾ കാണുകയും അതിനെതിരെ പ്രതിരോധിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇത് കൂടുതലാവുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ തുടങ്ങിയിരിക്കുന്നു. താങ്കൾ അമേരിക്ക വിട്ട് എത്ര കാലമായി? 17 വർഷം. അവിടെ എവിടെ താമസിക്കുന്നു? ഫിലഡൽഫിയയിൽ. അവിടെ അമേരിക്കയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, കുറെ കാലം ജീവിച്ചു പോകാനല്ലേ? അതെ അതെ അതെ, കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ മറ്റുള്ളവരെ കുറിച്ച് വളരെ കൂടുതൽ കൺസേൺഡ് ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ സമയമില്ല, ആൾക്കാർ കൺസേൺഡേ അല്ല. അപ്പോൾ രണ്ട് എക്സ്ട്രീമായിട്ടാണ് എനിക്ക് ഫീൽ. അല്ല, താങ്കൾ ഇവിടെ കുറെ കാലം ജീവിച്ചു. എത്ര വർഷം ഇവിടെ ജീവിച്ചു? ഇവിടെ ഒരു 25 വർഷം ജീവിച്ചു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു, കുറച്ചുകൂടെ കൺസേൺഡ് ആണ്. പിന്നെ നമുക്ക് നാശം വരാൻ താല്പര്യമുള്ളവരും ചിലപ്പോൾ ഇതിനോട് ഇടയ്ക്ക് ഉണ്ടാകും. താങ്കൾ ഇതിൽ ഏതാ പ്രിഫർ ചെയ്യുന്നത്? അവിടുത്തെ ഒരു ജീവിതമാണോ? അല്ല, ഇവിടെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറുതിലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മളെപ്പോഴും നമ്മളുടെ പാരൻസ് നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളുടെ കൂടെയുള്ള കുട്ടികളുടെ സ്റ്റാൻഡേർഡും അവരുടെ ഗ്രേഡും അതാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. അതായത് നമ്മുടെ കാര്യമല്ല നോക്കുന്നത്, നമ്മളെ മറ്റുള്ളവരുടെ കാര്യം ഒളിഞ്ഞു നോക്കുന്നതാണ് നമ്മളുടെ ചെറുപ്പകാലത്തിൽ മുതലുള്ള ശീലം. നമ്മളിപ്പോൾ ബസ്സിൽ കാണുന്ന ഒരാൾക്ക് നമ്മൾ കംപ്ലീറ്റ് ഫോൺ നമ്പറും അഡ്രസ്സും അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനുള്ള ആർക്കും ഒരു മടിയില്ല അതിന്. പക്ഷെ അത് പ്രൈവസി എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കാതിരിക്കാൻ നമുക്കറിയണം. എന്ന് വെച്ചാൽ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ പ്രൈവസി എന്താണ്, നമ്മൾക്കതിൽ ഇടപെടാൻ നമ്മൾക്കതിൽ ഇതില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. കേരളീയ പൊതുസമൂഹത്തിന് ഒരു ആന്തരിക മലിനീകരണം സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും. അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റു തന്നെയാണ്. മറിച്ച് ഒരു പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ അയാളുടെ സ്വകാര്യതയിൽ ലൈംഗികത കൊണ്ടുവന്നാൽ പൊതുസമൂഹത്തിന് അതിനകത്ത് ഇടപെടാൻ കഴിയണം. ഇവിടെ തമിഴ്നാട്ടിലൊന്നും ഈ പ്രശ്നമില്ല എന്നാണ് ബഹുമാനപ്പെട്ട അഭിഭാഷകർ പറഞ്ഞത്. കേരളത്തിന്റെ 5 ഇരട്ടിയിലേറെ വലിപ്പമുണ്ട് തമിഴ്നാടിന്. അവർക്ക് ഒരുപാട് പണികളുണ്ട്. അവര് കന്നുകാലികളെ മേയിച്ചും കൃഷി ചെയ്തും ജീവിതത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതിനൊന്നും ആർക്കും സമയമില്ല. മലയാളികൾ പ്രവാസികളായി മാറിയപ്പോൾ അവരവരുടെ തലമുറയ്ക്ക് പകർന്നു കൊടുത്തത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ തലമുറയിൽപ്പെട്ടവരൊക്കെയും മദ്യപാനത്തിനും പുകവലിക്കും മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗത്തിനും അടിമപ്പെട്ടപ്പോൾ ലൈംഗിക അബദ്ധസഞ്ചാരത്തിലേക്ക് കടന്നു ചെന്നു. ഇത് വളർച്ചയിലേക്കുള്ള പടവുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചുറ്റും കാണുന്ന ചതിക്കുഴിയിൽ വീഴാതെ മാറി നടക്കാൻ ഈ തലമുറയെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. സ്വകാര്യതയായിരിക്കണം. അത് 4 ചുവരുകൾക്കുള്ളിലായിരിക്കണം. ആ 4 ചുവരുകളുടെ പുറന്തോട് പൊട്ടിച്ച് എപ്പോഴാണോ ഈ സ്വകാര്യതകളൊക്കെ ബീച്ചിലും പാത്വേയിലും വരുന്നത്, അവിടെ എവിടെയാണോ കുട ചൂടി ചുംബന വർഷം ചൊരിയുന്നത് അവിടെ ഇടപെടണം പൊതുസമൂഹം. സാറിപ്പോ ചർച്ച തുടങ്ങി. വിഷയം നമ്മൾ ഇപ്പോഴാ വിഷയത്തിലേക്ക് എത്തുന്നത്. എന്താണെന്നറിയോ? എന്താ സ്വകാര്യത? സാറ് പറഞ്ഞല്ലോ ഈ ഒളിഞ്ഞു നോട്ടം ഒന്ന് പറഞ്ഞു. എന്തിലേക്ക് ഈ ഒളിഞ്ഞു നോക്കുക? എന്തിലേക്കാണ് ഒളിഞ്ഞു നോക്കുന്നത്? സ്വകാര്യത എന്ന് പറയുന്നല്ലോ. സ്വകാര്യത എന്തിലേക്കാണ് ഒളിഞ്ഞു നോക്കുന്നത്? വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നതിലേക്കാണ് ഈ ഒളിഞ്ഞു നോക്കുന്നത്. സെക്സ് ആണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. സെക്സ് ആണ് പ്രശ്നം. നമ്മൾ സംസാരിക്കുന്ന സെക്സിനെ പറ്റി നമുക്ക് തുറന്ന് സംസാരിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ എന്തിലേക്കാണ് ഈ ഒളിഞ്ഞു നോക്കുക? മറൈൻ ഡ്രൈവിലെ കാര്യം പറഞ്ഞു. മറൈൻ ഡ്രൈവിൽ കുടയടകത്ത് എന്ത് നടക്കുന്നു എന്ന് കരുതിയാണ് ഈ ഒളിഞ്ഞു നോക്കുന്നത്. അതിൻ്റെ അകത്ത് ബോംബ് സ്ഫോടനം നടക്കുന്നു എന്ന് കരുതി നമ്മൾ ഇപ്പൊ വന്നിരുന്നിട്ട് 2017 വന്നിരുന്നിട്ട് നമ്മൾ ഏത് തരം സദാചാരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്?
ഇതാണ് പ്രശ്നം. നമുക്ക് സെക്സിനെ പറ്റി തുറന്ന് സംസാരിക്കാം. എന്തിനാ ഭയക്കുന്നത്? നമ്മുടെ ഫോർട്ട് കൊച്ചി വെളിയിൽ അവിടെ കടൽ തീരത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ കുടയുടെ മറയിൽ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് അധ്യാപകരും അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സും ചുമ്മാ കറങ്ങാൻ പോയപ്പോൾ ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് അങ്ങനെ പറഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഞങ്ങൾ അധ്യാപകനാണ്. ഓക്കെ, നിങ്ങളുടെ കാലമൊക്കെ ഇത് കഴിഞ്ഞിട്ടില്ല ഞങ്ങളിപ്പോൾ വന്നിരിക്കണമെന്ന്, നിങ്ങൾ ഇതിനേക്കാൾ അപ്പുറം ചെയ്തിട്ടുണ്ടാവൂലെന്ന്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഒളിഞ്ഞു നോക്കുന്ന സാർ പറഞ്ഞവർ ഒളിഞ്ഞു നോട്ടം തന്നെയല്ലേ അത്. കാരണം അവർക്ക് അവരുടെ തെറ്റുകൾ അല്ല, അവിടെ കുട്ടി ഒരിക്കലും ഒരു മറയത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല, ഒരു കുടയുടെ മറയത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആ വിദ്യാർത്ഥികൾ പരസ്യമായിട്ട് ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ അവർ പരസ്യമായിട്ട് സെക്സ് പറഞ്ഞോട്ടെ. ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞല്ലോ അമേരിക്കയിൽ ഒന്നും നടക്കണില്ല എന്ന്. ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ. കേരളത്തിൽ സാറിനെ പോലെ ശ്രീകണ്ഠൻ നായർ ഷോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുത്തി ചോദിക്കുന്ന വ്യക്തിയാണെന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ തിരികെ ചോദിച്ചോണ്ടിരിക്കും. ഞങ്ങൾ അല്ല സാർ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അന്യവന്റെ കാര്യങ്ങളിൽ ചെകഞ്ഞകന്വേഷിക്കരുത്, അവൻ ഇസ്ലാമിൽപ്പെട്ടവനല്ല എന്ന്. ഏറ്റവും കൂടുതൽ ചുളിഞ്ഞു നോക്കുന്ന ആരാന്നറിയോ? അധ്യാപകരാണ്. എവിടെയാണ് സാർ? ഏത് സ്ഥാപനത്തിൽ? കേരളത്തിലെ മലയാളികളായ അധ്യാപകരെക്കാളും സാർ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഒളിഞ്ഞുനോട്ടക്കാരായിട്ടുള്ള ആളുകൾ വരല്ലേ. നമ്മളൊക്കെ പഠിച്ചിട്ട് സാറേ അതല്ല, ഒരു മിനിറ്റ്. മഹാരാജാസ് കോളേജിലെ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. തമാശ ആലോചിച്ചോണ്ട്, മഹാരാജാസ് കോളേജിൽ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുക. പിള്ളേരിക്കുമ്പോഴേ മറ വരുന്നു. ഒരു പ്രിൻസിപ്പൾ ഇത്രയും വിഡിത്തമുള്ള മനുഷ്യന്മാര് തന്നെയാണ് അധ്യാപകരിലുള്ളത്. നമ്മളത് തർക്കിക്കാൻ വേണ്ട. അത്തരത്തിൽ അതല്ല, അത് ഒരിക്കലും അത് തെറ്റാണ്, 100% തെറ്റാണ്. ഒരു അധ്യാപകൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ നന്നാക്കാൻ സാധിക്കും. ഒരു അധ്യാപകരുടെ ഡ്യൂട്ടി ഒന്നും അല്ല കേട്ടോ. ഇതൊന്നും അധ്യാപകരുടെ ഡ്യൂട്ടി അല്ല. അതൊന്നും അധ്യാപകരുടെ ഡ്യൂട്ടി അല്ല. ശരി, അധ്യാപകരെന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ സാംസ്കാരിക ആ പൈതൃകത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള ആളുകളാണ്. എല്ലാ അധ്യാപകരും എന്നായി പോയി താങ്കൾ സംസാരിച്ചപ്പോൾ വന്ന ഒരു എന്നാൽ അധ്യാപകരിൽ ചിലർ അത്തരക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അധ്യാപക സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം ശരിക്കും അത് തെറ്റ് തന്നെയാണ്. പകർന്നു കിട്ടിയ പല മൂല്യങ്ങളും അത് കുട്ടികളിലേക്ക് പ്രദാനം ചെയ്യുന്ന വലിയ പങ്ക് വഹിക്കുന്ന അധ്യാപകർ അവരെ അപ്പാടെ അടച്ചാക്ഷേപിക്കുന്ന ആ പ്രവണത ശരിയല്ല. പക്ഷേ ഒന്നോ രണ്ടോ അധ്യാപകർ എവിടെയെങ്കിലും അങ്ങനെ പ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടതാണ്. അക്കാര്യം തർക്കമില്ല. അധ്യാപകരുടെ ധാരണ ഞങ്ങൾ ഈ കുട്ടികളെയൊക്കെ അങ്ങ് സദാചാരം പഠിപ്പിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു ധാരണ പൊതുവെ അധ്യാപകർക്കുണ്ട്. അധ്യാപകർ സദാചാരമല്ല പഠിപ്പിക്കേണ്ടത്. അധ്യാപകർ സദാചാരം പഠിപ്പിക്കേണ്ടവരല്ല. അധ്യാപകർ പുസ്തകം പഠിപ്പിക്കേണ്ടവരാണ്. പണ്ട് കാലത്തും ഇവിടെ വിദ്യാഭ്യാസം അധ്യാപകർ പഠിപ്പിക്കേണ്ടത് പറയുന്നത് അനുസരിച്ച് പഠിച്ചവരാണ് ഇവിടെ ഉന്നതങ്ങളിൽ എത്തിയിട്ടുള്ളതെല്ലാം. ആ വിദ്യാഭ്യാസം വളർന്നതിന്റെ, ആ തെറ്റായിട്ടുള്ള വിദ്യാഭ്യാസം വളർന്നതിന്റെ അപകടമാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രക്ഷകർത്താക്കളുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ആ വിഷയം പറയാതെ അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷകർത്താക്കൾ, പേരന്റിങ് എന്തുകൊണ്ട് ഒളിഞ്ഞു നോക്കുന്നു? ഒരു കുഞ്ഞുകുട്ടി ഇപ്പൊ ഒരു സിനിമയിൽ ഒരു പ്രണയത്തിന്റെ സീൻ കണ്ട എന്താ പറഞ്ഞ അയ്യ ബോർ സീൻ മാറ്റിക്കള. ഈ കുട്ടി ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഞാൻ എങ്ങനെയാ ഉണ്ടായത്? അച്ഛൻ പറയും ദൈവം തന്നതാണ് നിന്നെ. അപ്പൊ അച്ഛൻ എങ്ങനെയാ ഉണ്ടായത്? അത് വേറൊരു വരദാനമാണ്. അപ്പൊ നല്ല രീതിയിലൊന്നും നമ്മുടെ വീട്ടിലാരും ഉണ്ടായിട്ടില്ലല്ലേ? ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ ആ ആസ്പെക്ടിൽ പേരന്റിങ് എഫക്റ്റീവായിട്ട് നടക്കണം, സെക്സ് എഡ്യൂക്കേഷൻ നടക്കണം. അത് നടക്കാതെ വരുമ്പോഴാണ് ഈ ഒളിഞ്ഞു നോട്ടത്തിന്റെ ആങ്സൈറ്റി വരുന്നത്. ഞാൻ പ്രജീഷിനെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാർ. കാരണം നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ധാർമ്മികതയും കപട സദാചാരവും രണ്ടും രണ്ടാണ്. ശരിക്കും അധ്യാപകനാവട്ടെ, ഈ പറയുന്ന സമൂഹത്തിലെ കുട്ടികളെ മെന്റ് ചെയ്യുന്ന മെന്റേഴ്സ് ആവട്ടെ, വളരെ കുഞ്ഞിലെ മുതൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ എത്തിക്കൽ എഡ്യൂക്കേഷനും സെക്സ് എഡ്യൂക്കേഷനും വേണം. മലയാളി അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഇതിപ്പോൾ ലോകവ്യാപകമായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷത്തിന്റെ ഭാഗമാണ് മലയാളിക്ക് കിട്ടിയിരിക്കുന്നത്. അമേരിക്കയിലാണെങ്കിലും ഇവിടെ അദ്ദേഹം പറയുന്ന പോലെ അമേരിക്കയുടെ നിയമവിധേയമായിട്ട് ആദ്യം മുതൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചത് നിരോധിച്ചിട്ടുണ്ട്. ഈ സംഭവം പ്രൈവസി, ഇൻട്രൂഷൻ ടു പ്രൈവസി ഓഫ് എ സിറ്റിസൺ നിരോധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും ഞാൻ പറഞ്ഞോട്ടെ, നമ്മളിവിടെ ഇത് ലൈംഗികതയിലേക്ക് മാത്രം ചുരുക്കരുത്. ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ ഒത്തിരി കാര്യങ്ങളിൽ ഇത് ലൈംഗികത മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങളും നാം മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഈവൻ നോക്കിക്കഴിഞ്ഞാൽ ആധാർ വരെയുള്ള കാര്യങ്ങൾ, പാൻ പോലെയുള്ള കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എവിടെ ഇതിൻ്റെ സ്വകാര്യത അവസാനിക്കുന്നത്, എവിടെ അല്ലാതെ മാറുന്നു. സ്വകാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുവായിട്ട് സ്ഥലങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്വകാര്യതയിൽ നടത്തുന്ന അധിനിവേശം മാതിരി അല്ല ഇൻട്രൂഷൻ മാതിരി അതിനെ കണക്കാക്കണമെന്നോട് എനിക്ക് യോജിപ്പില്ല. സ്വകാര്യതയിൽ നടക്കേണ്ട കാര്യം സ്വകാര്യതയിൽ നടക്കണം. ഇപ്പം ഇവിടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങളിലെ പൊതുയിടങ്ങളിലെ ലൈംഗികതയെ കുറിച്ചൊക്കെ പറയുണ്ടായി. അതിനോട് പറയുകയാണെങ്കിൽ അത് ഇടപെടേണ്ട സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇടപെട്ടേ മതിയാകും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. താങ്കൾ പറഞ്ഞു പൊതുയിടത്തിലെ ലൈംഗികത എന്ന് പറഞ്ഞു. എന്താണ് പൊതുയിടത്തിലെ ലൈംഗികത?
പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും അതിന് ഏറ്റവും അതിന്റെ ക്ലൈമാക്സ് വരെ പോകാൻ നമുക്ക് സെക്സിന്റെ അവിടെ ആരും തടയാനും പിടിക്കാനും ഒന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ കർശനമായ നിയന്ത്രണം നിയമവിധേയമായിട്ട് കേരളത്തിൽ നടക്കുന്ന വല്ലാത്തൊരു ആരോപണമാണ് പൊതുവിടത്തിൽ ലൈംഗികത എന്നുള്ളത്. വല്ലാത്തൊരു ആരോപണമാണ്. അത് നിർവചിക്കണം. എന്താണ് എന്താണ് മറുപടി തോന്നുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞോട്ടെ സാറേ. പൊതു ഇടത്ത് ലൈംഗികത എന്നെ കുറിച്ച് സാറ് ചോദിച്ചു. സാറ് പല കാര്യങ്ങളെയും പൊതുവായിട്ട് അങ്ങോട്ട് ആക്ഷേപിച്ച് സംസാരിക്കാം. നമ്മളൊരു പൊതുവായിട്ട് നടക്കുന്ന ഒരു ഇതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം. അത് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ സാറിന്റെ അഭിപ്രായം സാർ പറഞ്ഞല്ല. എന്റെ അഭിപ്രായം ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായം സാർ സാറിന്റെ അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ആരും അധിക്ഷേപിക്കരുത്. നമ്മളെല്ലാവരും ഓരോ അധിക്ഷേപിച്ചത് സിസ്റ്റത്തെയാണ്. അതെ, ഇപ്പൊ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പൊതുസ്ഥലത്ത് ലൈംഗികത എങ്ങനെ എന്ന് പറഞ്ഞത്. സാറിന് കല്യാണം എനിക്കറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ സാറിന്റെ വൈഫും കൂടി ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. ഇപ്പം നമ്മൾ നടത്തുന്ന ഈ ഇവിടെ തന്നെ മറൈൻ ഡ്രൈവ് തന്നെ ഇരിക്കുന്നു. സാറ് പൊതുവായ ഒരു സ്ഥലത്ത് കോമൺ ആയിട്ട് എല്ലാവരും കാണുകയിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ കൈ ഒന്ന് തോർത്തിട്ടുണ്ടായിരിക്കും, പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ കൈ പിടിച്ചിട്ടുണ്ടായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. തിരിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ 2 പേര് എന്തുകൊണ്ടാണ് കുടയ്ക്കകത്ത് കയറിക്കുന്നുണ്ടാ? ഞാൻ കാണിക്കുന്ന മറ്റൊരു കണ്ടു, എനിക്ക് അരോചകം ഉണ്ടാവും ഇല്ലേ? സാർ അവിടെ കാണിക്കുന്ന കാണുമ്പോൾ എനിക്ക് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നും ഇത് എന്തോ ഒരു പ്രശ്നം. ഈ പ്രശ്നം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട. ഈ കുടയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. സാർ ഞാനൊരു ദിവസം എൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ എൻ്റെ സുഹൃത്തും പോകാമെന്ന് പറഞ്ഞു. ശരി എന്ന് പോയേക്കാന്ന് പറഞ്ഞു. ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇത്ര എനിക്ക് അറിയില്ല. ഇതൊക്കെ കണ്ട് ഞാൻ കയറി കഴിഞ്ഞപ്പം സത്യത്തിൽ എനിക്ക് തല താഴ്ത്തി നടക്കേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ വേറെ 2 പേര് നേരെ ഇരിക്കുന്നുണ്ട്. ചിലവർ കുടയ്ക്കകത്ത്, ചിലവർ കമന്നിടോ പലതും കിടക്കുന്നുണ്ട്. അതൊക്കെ അവരത് ഇഷ്ടമാണ്. പക്ഷേ ഇത് നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ സംസ്കാരമുണ്ട്. ചെന്നൈയിൽ മദ്രാസിൽ ഞാൻ എൻ്റെ 22 വർഷം ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ഹാളിൽ അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും അവർ മറീന ബീച്ചിൽ വന്നിരിക്കും. അവരുടെ സ്വകാര്യത ഒന്ന് ഉമ്മ വെക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക. കാരണം ഇവിടെ അച്ഛനും അമ്മയുണ്ട്, ഭാര്യയും ഭർത്താവുമാണ്, കൊച്ചിന് അച്ഛനും അമ്മ. അവരുടേതായ ഒരു മാനസികമായ റിലേഷൻഷിപ്പ് പറയട്ടെ സാർ, അവരുടേതായ മാനസികമായ റിലേഷൻഷിപ്പിന് അവരെ ചെയ്തില്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവും മാറിയിരിക്കും. ശരി, ഇവിടെ ഇതിനെ ഒളിഞ്ഞു നോക്കാൻ പോകുന്ന സദാചാര പോലീസുകളാണ് ഇവിടെ ഒളിഞ്ഞു നോക്കുന്നത്. അവിടെ ആരും നോക്കണില്ലല്ലോ. ചെന്നൈ മറീന ബീച്ചിലും ഞാൻ കണ്ടിരിക്കുന്നവരാണ്. കേരളം ഒരു സംസ്കാരമുണ്ട് സർ. കൊടയുടെ അകത്ത് ഒരു മിനിറ്റ്, കൊടയ്ക്ക് അകത്ത് എന്തിന് കൊട വെച്ച് മറയ്ക്കുന്നു? എന്തിന് കൊട വെച്ച് നിങ്ങളുടെ കൊടയാണോ പ്രശ്നം? ഈ കൊടയാണോ നിങ്ങളുടെ കൊട വെച്ച് മറക്കരുത്. സ്വകാര്യ എന്ന് പറയുന്ന സെക്സ് മാത്രമല്ല, അല്ല പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. ഷെയറിംഗ് ആണ്. അത് പണ്ട് ഒരാൾക്ക് ഒരാളോട് വൈരാഗ്യം തോന്നിയാൽ അവരെ തേജോവധം ചെയ്യണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നിട്ട് അവരെ ഏത് രീതിയിൽ നശിപ്പിക്കാം അതിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണ്? പോസ്റ്റ് എഴുതി വെക്കും, ഊമക്കത്ത് എഴുതി വെക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. മിസ് കോൾ എടുക്കുമായിരുന്നു, ടെലിഫോണിൽ കൂടി സംസാരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വാട്സാപ്പും മറ്റുള്ള മീഡിയാസൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാളോട് വൈരാഗ്യം തോന്നിയാലും അവരുടെ സ്വകാര്യതയിൽ ഏർപ്പെടുകയും വേണ്ടാത്ത കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്വഭാവം കേരളീയ ജനതയ്ക്ക് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ഈ മീഡിയാസൊക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്തതിന് കാരണം അത് പെട്ടെന്ന് ഫ്ലാഷ് ആകുന്നു, പരസ്യമാകുന്നു, അത് നടപടിയെടുക്കുന്നു. ഈ കേരള സംസ്കാരം എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പൊ ഇന്ത്യൻ സംസ്കാരമാണല്ലോ കേരള സംസ്കാരം. കേരളത്തിന് പ്രത്യേകതയില്ലല്ലോ. ഇന്ത്യൻ സംസ്കാരം ഇതിനെ ഓപ്പൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാ. ലോകത്തില് ഒരു ഗ്രന്ഥം പോലും സെക്സിനെ കുറിച്ച് ഒരാൾ എഴുതിയിട്ടില്ല, സായിപ്പ് എഴുതിയിട്ടില്ല. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ കാമശാസ്ത്രം എഴുതിയത് വാത്സ്യായനാണ്. എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ, അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ശിവലിംഗം എന്ന കൺസെപ്റ്റ് തന്നെ ആ കൺസെപ്റ്റിൽ നിന്ന് വരുന്ന ഒരു ആശയമാണ്. നമ്മൾ ഖജുറാവോയിലെ ശില്പങ്ങൾ, അജന്ത, എലോറ, എവിടെ നോക്കിയാലും ഭാരതീയ സംസ്കാരം ഇതിന് ഓപ്പൺനെസ് കൊടുക്കുന്നുണ്ട്. സംസ്കാരം ഇതിനെതിരാണെന്ന് പറയരുത്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി കുടമറക്കുള്ളിൽ വെച്ചിട്ട് എന്നിട്ട് അത് സ്വകാര്യത എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആ അഭിമാനം അത് ശരിയല്ല. അത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ കൊടയുടെ അകത്ത് കൊണ്ടുപോയി വെച്ച് റേപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതാണ് വാദം. അല്ല, സ്വന്തം ഇഷ്ടപ്രകാരം പ്രണയികളായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് കൊടയുടെ അകത്തിരിക്കുന്നു. എന്തിന് കൊടയുടെ അകത്തിരിക്കുന്നു? താങ്കളെ പോലെയുള്ള ആളുകൾ അവിടെ ചെല്ലുമെന്നും ഇത് ഒളിഞ്ഞു നോക്കുമെന്നും അറിയാവുന്ന ആ കുട്ടികൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ മലയാളിക്ക് ഈ അസുഖമുണ്ടെന്നറിയാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്രണയിതാക്കൾ മലയാളിക്ക് അസുഖമുണ്ടാണ് ഈ കൊട വെക്കുന്നത്. മലയാളിക്ക് അസുഖമുണ്ടാണ്. അത് ചെയ്യണമെങ്കിൽ റൂം എടുത്ത് ചെയ്യണം സാർ.
ഏത് റൂം കൊടുക്കും താങ്കൾ പറയൂ. കേരളത്തോട് റൂം കൊടുക്കും. ഈ സൗകര്യം എന്ന് പറഞ്ഞോട്ടെ ഒരു സെക്കൻഡ് പാർക്കിൽ വരുന്നവരെ മറൈൻ ഡ്രൈവിൽ വന്നു വരുന്നവരെയും എല്ലാവരെയും ഒരേ കാറ്റഗറിയിൽ പെടുത്തരുത്. അല്ല, സെക്സിന് വേണ്ടി വരുന്നവരും ഉണ്ട്, കൊടകൂടിയിരിക്കുന്നവരും ഉണ്ട്, പക്ഷേങ്കില് അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇവിടെ ഒരു ചർച്ചയുണ്ടായി. നേരത്തെ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് എന്താണ് തെരുവിലെ സെക്സ് അതൊന്ന് പറയൂ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം സ്റ്റേഴ്സിലായിരുന്നല്ലോ അല്ലേ? കുറെ പേര് നിങ്ങൾ കാര്യം ചെയ്യണം. അവിടെ സ്റ്റെയർ ജസിക്കപ്പുറ പോയന അവിടെ സ്റ്റെയർ ചെയ്ത് ഒരാളെ 3 സെക്കൻഡിന് മുകളിലേക്ക് നോക്കിയാൽ പണിഷ്മെന്റ് അല്ലേ സാർ? അതെ, തീർച്ചയായിട്ടും. അതിന്റെ നിയമം ഇവിടെയുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഇര തേടാനും ഇണ ചേരാനും അല്ലേ? ഇര തേടുക ഇണ ചേരുക എന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഇണചേരൽ പൊതുനിരത്തിൽ വേണമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അത് പൊതുനിരത്തിൽ പറ്റില്ല. കയ്യടിച്ചവരോട് ചോദ്യമുണ്ട്. എന്താണ് ഇണചേ? ആരെവിടെ ഇണചേർന്നു? പൊതുനിരത്തിൽ എവിടെ ഇണചേർന്നു? കയ്യടിച്ച് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഒരു കുട്ടിയും ഒരു പെൺകുട്ടി ആൺകുട്ടിയും പരസ്യമായിട്ട് ഇവിടെ കിസ് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ കിസ്സാണോ പ്രശ്നം? കിസ്സാണോ ഇത് സെക്സ്? അല്ല, അത് സെക്സ് അല്ല. അല്ല, പരസ്യമായിട്ട് അതേപോലെ സാർ പറഞ്ഞവര് പാടില്ല. അല്ല, അത് പാടില്ല. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? തെറ്റ് ചെയ്യാൻ വേണ്ടി ഈ കുട മറയത്തിരുന്ന് തെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഒളിച്ചു വെക്കാൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനു കുടചൂടിയിരിക്കണം അവിടെ? തണലുള്ള സ്ഥലമാണത് അല്ലേ? അങ്ങനെ ഒരു സ്ഥലമാണ്. എന്തിനിരിക്കണം? മലയാളി എന്ന് പറയുന്ന ഒരു അസുഖക്കാരൻ അല്ലെ, അസുഖമുള്ള ആള്, മലയാളിക്ക് അസുഖമുണ്ട്, മലയാളിക്ക് സദാചാരത്തിന് പ്രശ്നമുണ്ട് എന്ന് ഈ പറയുന്ന കുട്ടികൾക്ക് അറിയാലോ. അതുകൊണ്ട് അവൻ അസുഖമുള്ളത് കൊണ്ട് അവന്റെ അസുഖം പെരുപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് മറച്ചു പിടിക്കുകയാണ് ഈ കുട്ടികൾ. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ വീട്ടിലൊരു കുട്ടിയാണ് അങ്ങനെ പോയിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു വേദന ഉണ്ടാവും. ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. പിന്നെ നേരത്തെ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? മാതാവും പിതാവും കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണെങ്കിലും നമ്മൾ വിശ്വസിച്ചിട്ട് പിന്നെ വിടുന്നൊരു സ്ഥലമാണ് സ്കൂള് അല്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഒരു അധ്യാപകന് ചോദ്യം ചെയ്തുകൂടാ? കഴിഞ്ഞ കാലഘട്ടം അതേപോലെ തുടർന്നു പോരല്ല ജീവിതം എന്ന് പറയുന്നത്. എപ്പോഴും അതിൽ പുതുക്കലുകളും പുതിയതിനെ നല്ലതിനെ തെരഞ്ഞെടുക്കലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ചെയ്തത് തന്നെ അടുത്ത തലമുറ ചെയ്യാവൂ എന്ന് വാശി പിടിക്കുന്നതിന് ഒരു അർത്ഥമില്ല. ഇവിടുത്തെ ഇപ്പൊ പൊതുവായിട്ടുള്ള സംശയം ഇതാണ്: ഒളിച്ചു നോക്കുന്നവരാണോ കുറ്റക്കാര്, അതോ കൊടയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നവരാണോ കുറ്റക്കാരെന്നുള്ളത്. അതിലൊറ്റ ഞാൻ അതിന്റെ ലീഗൽ വശം പറഞ്ഞുതരാം. വോയറിസം ആണ്. വോയറിസം എന്ന് പറഞ്ഞാല് ഒരാളുടെ പ്രൈവറ്റ് ആക്ട്, ഇവര് പറയുന്ന കൊട ചൂടിയിരിക്കുന്ന എന്തോ ആക്ട് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആക്ട് ആണ്. അവരത് മറ്റുള്ളവർ കാണില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ആ ആക്ട് ചെയ്യുമ്പോ, ആ പ്രവൃത്തി ചെയ്യുമ്പോ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നതാണ് നിയമത്തിന്റെ കണ്ണിൽ കുറ്റം. അപ്പൊ ഇനി തീരുമാനിക്കൂ സാർ. ഇത് തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്. അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഈ തോന്നിയാസം മുഴുവൻ കാണിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറയാം. കാരണം വെച്ചാല് ആ കുഞ്ഞ് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്താണെങ്കിൽ, നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, മനുഷ്യത്തിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ കുഞ്ഞും ഇൻഡിവിജ്വലാണ്. ആ കുഞ്ഞിന് റൈറ്റ്സ് ഉണ്ട്. 13ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പേ ചെയ്യണം. 18ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്ന റെന്റ് പേ ചെയ്യണം. അവൻ സ്വന്തം കാലം നിൽക്കാൻ പഠിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു കുഞ്ഞിനെ സ്വന്തം കാലം നിൽക്കാൻ തയ്യാറാക്കില്ല. ഇവൻ ഈ 24 വയസ്സ് കഴിഞ്ഞാലും എന്താണ് ലൈംഗികത എന്ന് അറിയില്ല. എഡ്യൂക്കേഷൻ പ്രോപ്പർ അല്ല. ഈ തുടങ്ങുന്നത് ഫാമിലിയിൽ നിന്നാണ്. ഇവരങ്ങോട്ട് ഓവറായിട്ട് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞ്, അവർക്ക് എന്താ അറിയാത്തെന്ന് ചോദിച്ചു നോക്കൂ. അവർക്ക് എന്താണ് അറിയാവുന്നുള്ളത്? ഓരോരുത്തർക്കും പ്രകൃതിയിൽ തന്നെ ഓരോരുത്തർക്കും അവർക്ക് പാകാവുന്ന സമയമാകുമ്പോഴത്തേക്ക് ശാസ്ത്രീയമായിട്ട്, ഇത് വെറുതെ ഈ വിശ്വാസത്തിന്റെ പുറത്ത് സംസാരിക്കുന്നവരും ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ശരീരം പാകമാകുന്ന സമയത്ത് അവർക്ക് ശരീരം പാകമാകുമ്പോഴെങ്കിലും അവർക്ക് റൈറ്റ്സ് ഉണ്ട്. മാത്രമല്ല എട്ടുപൊട്ടും തിരിയാത്ത അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ പോയി അവർ പഠിച്ചോളും. ഇവിടുത്തെ ഏറ്റവും വലിയ സദാചാര പോലീസ് അധ്യാപകരാണ്. എല്ലാരെ കുറിച്ചല്ല പറയുന്നത്. വീണ്ടും ദയവേദി എല്ലാരെ കുറിച്ച് പറഞ്ഞു കൊണ്ടുവരണ്ട. നമ്മൾ പറയുന്നത് അധ്യാപകരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം നന്നാക്കേണ്ട ചുമതല ഏൽപ്പിച്ചു. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? അധ്യാപകർ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗൈഡ് ചെയ്യുക. ദയവേത് നിങ്ങളിങ്ങനെ പഠിപ്പിക്കേണ്ട, ജസ്റ്റ് ഗൈഡ് ചെയ്യുക. അവൻ സ്വയം പഠിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ടായി വരുന്നത്?
എല്ലാ പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ത്യയിൽ എന്താണ് റീസെർച്ച് എന്താ ചെയ്യുന്നത്? ഒരു PhD എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എന്താണ്? ആരെങ്കിലും ചെയ്താലും കോപ്പി എടുത്തിട്ട് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു ക്രിയേറ്റീവ് ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ? കാർഷിക സർവകലാശാല എവിടെ നിന്ന് വേണം നോക്കൂ, ഒരു പ്രൊഡക്റ്റ് പോലും ഉണ്ടായിട്ടില്ല. തെങ്ങേറ്റുന്ന യന്ത്രത്തെക്കുറിച്ചുള്ള നമ്മളെന്താ പറയുക, നല്ല യന്ത്രം ചെയ്യുന്നവർക്ക് അവാർഡ് കൊടുക്കാന്ന് പറഞ്ഞ് കാർഷിക സർവകലാശാല പരസ്യം ചെയ്യുക. അത് ഇവിടെയുള്ള സയന്റിസ്റ്റുകൾ ചെയ്യുന്നല്ല പറഞ്ഞിരിക്കുന്നത്, സാധാരണ പൊതുജനം. ഇവരുടെ തോന്നിയാസ വിദ്യാഭ്യാസം ഇല്ലാത്ത പൊതുജനമാണ് ഇത് കണ്ടെത്തുന്നതും അത് മുന്നോട്ട് വരുന്നതും. അതുകൊണ്ട് ആദ്യത്തെ സംഭവം ഇത് തന്നെയാണ് സർ. ഫാമിലിയിൽ നിന്നും ഉള്ള ഈ സദാചാര പോലീസിങ് മാറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം മാറും. ഈ ഫാമിലി തന്നെ എല്ലാം മാറും. എല്ലാ തോന്നിയാസവും എല്ലാ ദുഷ്ടതയും ജനിച്ചത് കുടുംബത്തിലാണ് എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിന് തോന്നിയ ദിവസം പറയാൻ പാടില്ല. താങ്കളുടെ കുടുംബത്തിലെ സ്വാധീനം കൊണ്ട് താങ്കൾക്ക് കാര്യമായ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? എനിക്ക് മാറ്റമുണ്ട് വെച്ചാൽ ഇതൊരു മോഡൽ, അതെ, ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരാതെ ഒരു പെർസ്പെക്റ്റീവ് എടുത്ത് മൊത്തത്തിൽ വ്യക്തികൾ ചേരുന്നതാണല്ലോ നമ്മുടെ സൊസൈറ്റി. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സമൂഹത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഏറ്റവും ചെറിയ യൂണിറ്റ് ആയ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഈ കുടുംബത്തിൽ കുറച്ചുകൂടി സോഷ്യൽ പഴയ കൂട്ടുകുടുംബോ അതിന് പുറകോട്ട് കുറച്ച് ഗോത്ര രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. എന്താണ് ഈ വലിയ കൊട്ടിഘോഷിച്ച് പറയുന്ന കേരളീയ തനിമയും കേരളീയ സംസ്കാരവും? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് എൻ്റെ ഭാര്യയെ ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ സമൂഹത്തിൽ ഞാൻ എൻ്റെ വീടടയ്ക്കും, എൻ്റെ ജനലുകളടയ്ക്കും, എന്നിട്ട് ലൈറ്റും ഓഫ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരം തെറ്റാണ്, ഈ സംസ്കാരം നല്ലതല്ല. ഇത് താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു ശരിയായ രീതി എന്താണ്? എനിക്ക് അവളെ ഇഷ്ടപ്പെടുമ്പോൾ അതെ, എനിക്ക് അവളെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഏത് പൊതുനിരത്തിൽ വെച്ചും ഉമ്മ വയ്ക്കാൻ തോന്നിയാൽ ഉമ്മ വെക്കാൻ കഴിയണം. സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. ഇവിടെ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ഈ കുടുംബത്തിൽ നിന്ന് തുടങ്ങാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഈ സൈബർ കുറ്റകൃത്യത്തിന്റെ കണക്കുകൾ വന്നപ്പോൾ കൗമാര പ്രായക്കാരായിട്ടുള്ളവരിൽ 25% പേരും സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 25%-ൽ 85% കുട്ടികളും ലൈംഗിക വൈകൃതങ്ങൾ അടങ്ങുന്ന സൈറ്റുകൾക്ക് പിന്നാലെയാണ് പോയിരിക്കുന്നത്. 7-ൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇത്തരത്തിലുള്ള അശ്ലീല സൈറ്റുകൾ കാണുകയാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും പണവും വാങ്ങി നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് ഈ വകയുള്ള മീഡിയാസിൽ നിന്നും കുട്ടികൾ പഠിക്കുകയാണ്. അതുപോലെ എല്ലാ അധ്യാപകരെയും അടച്ചു കുറ്റപ്പെടുത്താൻ പാടില്ല. എൻ്റെ അച്ഛൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം. സിനിമ തിയേറ്ററിൽ കുട്ടികളെ ഒന്നിച്ചു കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു, സിനിമ കാണിച്ചിരുന്നു. സിനിമ കാണിച്ചിട്ട് 2 ഭാഗവും ചോദിച്ചിരുന്നു, നല്ല വശങ്ങളും മോശവശങ്ങളും. അപ്പൊ ആ സിനിമയിൽ അടങ്ങിയിരിക്കുന്ന നല്ല വശങ്ങളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്ന എനിക്ക് എൻ്റെ അച്ഛൻ്റെ റോൾ മോഡലായിട്ട് കാണാൻ പറ്റി. എനിക്ക് നന്നാകാൻ പറ്റി. തീർച്ചയായിട്ടും ഞാൻ എവിടെയും പറയും മൈ ഫാദർ ഇസ് മൈ റോൾ മോഡൽ. ഇവിടെ സ്വകാര്യത എന്ന് പറയുന്നത് പൊതുനിരത്തിൽ ചുംബിക്കാനുള്ളതാണെന്ന് പറഞ്ഞ അത് പാടില്ല. അത് സ്വകാര്യതല്ല, അത് സ്വകാര്യതല്ല, അത് യോജിപ്പില്ല. ഒരു യോജിപ്പില്ല കാര്യത്തില്. അതൊരിക്കലും പാടില്ല. നമുക്കൊരു ഒരു പിന്നെ സദാചാരമുണ്ട്, നമുക്കൊരു പിന്നെ ബഹുമാനമുണ്ട്, ഒരു അച്ചടക്കമുണ്ട്. ഒരു കേരളീയനെ ഏറ്റവും കൂടുതൽ അച്ചടക്കം പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് ചെറുപ്പത്തിൽ ഒരു സിഗരറ്റ് വലിക്കാൻ കിലോമീറ്ററോളം മാറിപ്പോയിട്ട് വലിക്കാറുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, നമ്മളെ ബന്ധുക്കാരോ അമ്മാവൻ്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പേടിച്ചിട്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. അതെന്തുകൊണ്ടാണ്? ഇതേപോലെയുള്ള ഇത് കണ്ടിട്ട് അവർക്ക് എവിടെ എന്തും ചെയ്യാന്നുള്ളൊരു തോന്നലായി പോയി. അത് പാടില്ല, അത് തെറ്റാണ്. അത് തെറ്റാണ്. കാരണം വളർന്നു വരുന്ന പുതിയ തലമുറ ഇവർ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ഉമ്മ വെക്കുന്നു. അതൊരു ക്രൈമാണോ? ഇന്ത്യൻ ഭരണഘടന അതിനെ എതിർക്കുന്നുണ്ടോ? നമ്മളൊരു ഭരണഘടന എവിടെയാണ് ഇന്ത്യൻ ഭരണഘടന എതിർക്കുന്നത്? സിഗരറ്റ് താങ്കൾ പുകവലിക്കുന്നതിനെ പറ്റി പറയുന്നു. പുകവലിച്ചാൽ എന്താണ് 100 രൂപയല്ലേ ശിക്ഷയുള്ളൂ? ഇത് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയൊന്നും ഇല്ലല്ലോ. ഏത് തരത്തിലാണ് അല്ല സാർ, നിയമം തന്നെയാണ് സാർ പറഞ്ഞ 100 രൂപ കൊടുക്കാൻ ഒരു കുട്ടി അല്ല ഒരു കുട്ടി പരസ്യമായിട്ട് വലിച്ചോളാനാണ് സാർ പറയുന്നത്. ഏറ്റവും കൂടുതൽ സാർ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മയക്കുമരുന്നിന് ഏറ്റവും കൂടുതൽ പിടിക്കുന്ന
പിടിക്കുന്നവരാണ്. 25 വയസ്സിൽ താഴെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെന്ന് പിടിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിരിക്കുക. കാരണം പിടിച്ചു കഴിഞ്ഞാൽ അവൻ പറയും നിനക്കൊക്കെ എതിരായിട്ട് അങ്ങ് പോകും കേട്ടോ. കാരണം ഇന്ന് സ്കൂളുകളിൽ പരാതിപ്പെട്ടി വെച്ചേക്കാണ്. രാവിലെ എഴുന്നേറ്റ് ഞങ്ങള് അല്ല സാർ, അല്ല പരാതിപ്പെട്ടി വെച്ചോട്ടെ. അല്ല സാർ, എന്തിനാണ് ഇതിലേക്ക് ആവശ്യം? അതല്ല ഇപ്പൊ 25 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് എതിരായിട്ട് അവരാണ് വന്നേക്കണത്. ഇതിന് കുറെ പ്രായമുള്ള ആൾക്കാർ ഇതിനു വേണ്ടി ഒച്ച ഉണ്ടാക്കുന്നു. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അരൂര് 25 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഇത്രയും കൂടുതൽ ഈ ഡ്രഗ്സും ആൽക്കഹോളും കഴിക്കുന്നതിനുള്ള കാരണം നിങ്ങളാണ്. അതെങ്ങനെയാണ് ഞങ്ങൾ അധ്യാപകർ എന്ത് ചെയ്തത്? അല്ല ഇപ്പൊ സാറ് നേരത്തെ സാറൊരു കാര്യം പറഞ്ഞു, ഒരു അധ്യാപകൻ പഠിപ്പിക്കാനല്ല. സാർ പറഞ്ഞ ഒരു അധ്യാപകൻ ഒരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാഠഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ആ അധ്യാപകൻ അതിൽ തന്നെ നിന്ന് മാത്രം പഠിപ്പിച്ച അത് വെറും തെറ്റാ സാർ. ഇന്നത്തെ ഗവൺമെന്റ് പറയണതല്ല, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, കുട്ടികളെ കലകൾ പഠിപ്പിക്കുക. പിള്ളേരെ സദാചാരം പഠിപ്പിക്കാനല്ല, പുസ്തകം പഠിപ്പിക്കാനാണ്. അതല്ലാതെ സദാചാരം പഠിപ്പിക്കാനാണ് പിള്ളേരെ. മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവർക്ക് കൂടി ആകെ ഉള്ള ഒരു ആളാണല്ലോ പാഞ്ചാലി. ഈ പാഞ്ചാലിയുടെ അടുത്ത് പ്രാപിക്കാൻ പോകുമ്പോഴും ടൈം ടേബിൾ ഉണ്ടായിരുന്നു സാറേ. ധർമ്മപുത്രര് പാഞ്ചാലിയുടെ കിടപ്പുമുറിയിൽ ചെന്ന സമയത്ത് ഇതറിയാതെ ഭീമസേന ചെല്ലുകയാണ്. അവിടെ ഒരു പാതുകം പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആരാണോ അകത്തുള്ളത് അയാൾ പുറത്തു വരുന്നത് വരെ രണ്ടാമൻ അവിടെ ഊഴം കാത്തു നിൽക്കണം. അത് സ്വാഭാവികമല്ലേ? ഊഴം കാത്തു നിൽക്കണം, മനസ്സിലാക്കണം. ആ തിയറിയൊക്കെ ഇപ്പോഴുണ്ട്. ഒരു അവനവന്റെ മക്കള് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ തൂങ്ങിച്ചാവിയോ തെരുവിൽ പീഡിക്കപ്പെടുമ്പോഴാണ് ഇതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഒരിക്കൽ ഇത് മലയാളിയുടെ മറ്റൊരു അസുഖമാണ്. അതായത് ചോദിക്കും നിന്റെ അമ്മയോ പെങ്ങളോ ആണെങ്കിലോ, അടുത്ത ചോദ്യമാണ് നിന്റെ അമ്മയോ പെങ്ങളോ ആണെങ്കിലോ. അതായത് നമ്മൾ നമ്മുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ പറയുന്ന ആർക്കും ഒരു സ്വാതന്ത്ര്യം കൊടുക്കില്ല, ഒരു അനുവദിച്ചിട്ടില്ല നിങ്ങൾ ആരും. അന്നേരം നമ്മൾ പറയുന്ന എന്ത് പറയുമെന്നറിയോ? ഇത് നിന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ എന്ന് ചോദിക്കും. അതാ എന്റെ അമ്മയുടെയും പെങ്ങളുടെയും അവർ നോക്കിക്കോളും. ഞാനൊരു എയ്ഡഡ് സ്കൂളിലെ ടീച്ചറായിരുന്നു കഴിഞ്ഞ 25 വർഷം. ഞങ്ങളുടെ സിലബസ് പ്രകാരം TECE എന്നുണ്ട്. കുഞ്ഞു മക്കളൊക്കെ ടീച്ചേഴ്സിന്റെ അടുക്കെ തന്നെ അല്ലേ ആദ്യം വരേണ്ടത്? ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം TECE എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഇതിൽ പെടും ഇതൊക്കെ. കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികള് കുടുംബത്തിന്റെ ചൈതന്യം സ്കൂളിൽ വന്ന് കാണിക്കും. നിങ്ങൾ ജാതിയാണ് പറയുന്നത് ഇപ്പോ? ഇല്ല, ജാതിയല്ല പറയട്ടെ തെറ്റും അല്ലല്ല ഈ കുടുംബത്തിൽ നിന്ന് വരുന്നതെന്നൊക്കെ പറയുന്ന സങ്കല്പം വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് മിഡിൽ ക്ലാസ്സോ അതിന്റെ അപ്പർ ക്ലാസ്സോ 2 മുറിയും വീടും ഒക്കെ ഉള്ള കുടുംബത്തിൽ വന്നുകൊണ്ടാണ് നമ്മൾ ഈ സദാചാരത്തിനെ കുറിച്ചിട്ടും അതിന്റെ ഘടകങ്ങളെ കുറിച്ചിട്ടും ഇവിടെ വരെ എന്നൊക്കെ പറയുന്നത്. ഒറ്റ മുറിയിൽ താമസിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇല്ലാന്ന് ആര് പറഞ്ഞു? ഇല്ലാന്ന് ആരാ പറഞ്ഞേ? ഇല്ലാന്ന് ആരാ പറഞ്ഞത്? അല്ലല്ല, അധ്യാപകർ മാത്രമല്ല നിയമം പാലിക്കേണ്ട പോലീസുകാരടക്കമുള്ളവരുടെ ഒരു ബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുടുംബത്തിലെ കുട്ടികളൊന്നും ഇങ്ങനെ പോവില്ല എന്നുള്ളൊരു സങ്കല്പത്തിൽ അപ്പൊ പോയ കുട്ടികളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. സാർ പറഞ്ഞ എല്ലാം നെഗറ്റീവാണ്. സാർ പോസിറ്റീവായിട്ട് ഒരു കാര്യത്തെ കാണില്ല. സാറാണ് പറഞ്ഞത്, ടീച്ചർ പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? ഒരു കുഞ്ഞ് കുടുംബത്തിൽ നിന്ന് വന്നു കഴിയുമ്പോ സ്കൂളിലിരിക്കുമ്പോ കുട്ടിക്ക് ശരി തെറ്റ് എന്താന്ന് അറിയില്ല. കുട്ടി TV-യിലാണെങ്കിലും പലയിടത്താണെങ്കിലും എന്ത് കണ്ടാലും അത് വിശ്വസിച്ച് ഏതാണ് കുട്ടി ഓപ്റ്റ് ചെയ്യുന്നേ അതനുസരിച്ച് കുട്ടി പോകും. അപ്പോ ഗൈഡേഴ്സ് ആയിട്ട് ആരുണ്ടാവണം? പിന്നില് മാതാപിതാക്കൾ ഉണ്ടാവണം. മാതാപിതാക്കൾക്ക് സമയമില്ലാത്തത് മൂലം ടീച്ചേഴ്സ് കുറച്ച് മുന്നിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ. അതിന് ഒന്നടക്കം അങ്ങോട്ട് ടീച്ചേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല.
ഒരു കുട്ടി പറയട്ടെ ഇതിനെ കുറിച്ച്. സാർ പറഞ്ഞു മലയാളികളുടെ പ്രശ്നമാണെന്ന്. സാറും ഒരു മലയാളി തന്നെയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞു അധ്യാപകരുടെ പ്രശ്നമാണെന്ന്. എനിക്ക് 25 വയസ്സായി. ഞാൻ +2 പഠിച്ചിരുന്ന സമയത്തെ കുട്ടികളല്ല ഇപ്പോൾ +2 പഠിക്കുന്നത്. ഞാൻ +2 സ്റ്റുഡൻസിന് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. അന്നത്തെ അധ്യാപകരുടെ കാര്യം പറയട്ടെ. അന്ന് ഞാൻ +2 എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ എനിക്ക് ദൈവത്തിന് തുല്യമായിരുന്നു. അതിന് ഇപ്പോൾ അതേ സമയത്ത് ആ +2 പഠിക്കുന്ന അധ്യാപകർക്ക് ഒരുപാട് അപാകതകളുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയല്ല. അപ്പോൾ കാലം കടക്കും തോറും അധ്യാപകർക്കും പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് പറയല്ല. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞില്ലേ, ഒളിഞ്ഞു നിന്ന് ചുംബന സമരം നടത്തുന്നതും ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും മെറൈൻ ഡ്രൈവിലെ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ 15 വയസ്സുള്ള കുട്ടിക്ക് ഏതാ നല്ലതെന്ന് എങ്ങനെ അറിയാൻ പറ്റും സാർ? 25 വയസ്സുള്ള ഒരു കുട്ടിക്ക് തീരുമാനിക്കാം അയാളെ കിസ് ചെയ്യുന്നത് ആരാണെന്ന്. 15 വയസ്സുള്ള ഒരു കുട്ടി എന്തോരം ട്രാപ്പിൽ പെടാൻ പറ്റും? പക്ഷെ അധ്യാപകർ തന്നെയാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് വളരെ റൂഡായിട്ടുള്ള മെത്തേഡ്സ് പാടില്ലെന്നേ ഉള്ളൂ. അവർ തന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ, പറഞ്ഞു കൊടുക്കുന്നവർ നന്നായിരിക്കണം. അവരുടെ സെർച്ച് ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരെത്രത്തോളം ഡീസൻ്റ് ആണെന്ന്. ഈ പറയുന്ന എല്ലാ ആളുകളുടെയും സെർച്ച് ഹിസ്റ്ററി നോക്കിയാൽ അറിയാം എത്ര പേര് ഡീസൻ്റ് ആണെന്ന്. അപ്പോൾ സർ, സദാചാരത്തിന്റെ മാലാഖമാരെന്ന് പറയുന്നവര് ഒന്ന് ആലോചിക്കുക, സ്വന്തം കാര്യം എത്രത്തോളം കറക്റ്റ് ആണെന്ന്. 7 മണി കഴിഞ്ഞ് നമ്മള് മോള് അപകടം നമ്പർ 1 ടീച്ചർ ദൈവമൊന്നുമല്ല, തെറ്റിദ്ധാരണ. ടീച്ചർ ദൈവം, മാതാപിതാ ഗുരു ദൈവം. PhD ആണ് ചെയ്യുന്നത്. PhD ചെയ്യുന്ന ഒരാൾ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് ഈ കണ്ടത്. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് കുഴപ്പം. എനിക്കൊരു ചോദ്യം. എത്രയോ നല്ല അധ്യാപകര് മാതൃകാപരമായ രീതിയിൽ ഈ രാഷ്ട്രത്തിനെ നിർമ്മിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് തലയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ അധ്യാപകരെയും അങ്ങനെ പറയാൻ നല്ലതല്ല. നമ്മളെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എഴുന്നേറ്റ് സല്യൂട്ട് കൊടുക്കുകയാണ്. പക്വതയാണ്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ നടക്കുന്ന കയ്യടികൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നടക്കുന്ന കയ്യടികൾ ശ്രദ്ധിക്കുക. ഈ കയ്യടികൾ മലയാളിയുടെ കയ്യടിയാണ്. ഈ അസുഖമാണ് മലയാളിക്ക്. സർ, വീണ്ടും സാർ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. മലയാളികളുടെ പ്രശ്നമാണ് മലയാളികളുടെ പ്രശ്നം. ഞാൻ പറയാം സർ, വളർന്നു വരുന്ന സാഹചര്യത്തിന് ഇതിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സാർ പറഞ്ഞില്ലേ, ഇപ്പം മാം തന്നെ അത് പറഞ്ഞു, ചിലവർ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന കുട്ടികളെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിലും ആക്കിയെന്നു പറയുന്നില്ലേ സാർ? വീട്ടിലെ അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകുന്ന കുട്ടികളെ അറിയോ സാറിന്? അവരെ നോക്കാൻ ആരുമില്ല. അവർക്ക് എന്ത് തെറ്റ് എന്ത് ശരിയെന്ന് അറിയാൻ പറ്റില്ല സാർ. അവരെ നമ്മൾ മനസ്സിലാക്കണ്ട. അല്ലാതെ അപ്പം നമ്മൾ പറയട്ടെ, ഒരു ക്രിസ്ത്യൻ സീയിങ് ഉണ്ട്, ഹേറ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. തെറ്റ് ചെയ്ത ആളെ അല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്, തെറ്റിനെ. സാർ വീണ്ടും സാർ മുകളിലോട്ട് നോക്കി തുപ്പുകയാണ്. എന്താ കാര്യം ഒരു പ്രവാസി എന്ന നിലയിൽ പിതാവ് അന്യനാട്ടിൽ നടക്കുമ്പോൾ അധ്യാപികയാണ് ആ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നത്. അപ്പോൾ അടച്ചാക്ഷേപിക്കുന്നത് ഒരു ദയനീയ സ്ഥിതിയാണ്. ഇതിലേതെങ്കിലും ഒരു ഞരമ്പ് രോഗി തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാ അധ്യാപകരെയും കുറ്റം പറയരുത് ദയവായി. ഒരു ഞരമ്പ് രോഗിയുടെ പ്രശ്നമല്ല, അധ്യാപകനായാലും വീട്ടുകാരായാലും ഒക്കെ തന്നെ ഇന്നലെ വരെ ഞാൻ ശീലിച്ചത് മാത്രമാണ് ശരി, അതല്ലാതെ ചെയ്തു പോകുന്നത് എല്ലാം കുഴപ്പമാണ്, തെറ്റാണെന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അത് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകും. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ചെറിയ കുട്ടികളെ പോലും ഇത്തരത്തിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് തിരിച്ചറിയാത്ത സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും ഇപ്പം നേരിടുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ട്. ഇപ്പോൾ എന്തും ആവാം എന്നുള്ളതല്ല, ഈ പോണ കാര്യത്തിൽ നമ്മളൊരു ഇടപെടലുകൾ ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ വരെ വിചാരിച്ചത് മാത്രമാണ് ശരി, അത് മാത്രം എൻ്റെ കുട്ടികളും ചെയ്യാവൂ എന്നുള്ള നമ്മുടെ ഒരു ബോധം വളരെ അപകടകരമായ കാര്യമാണ്. സ്വകാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ
ആരായാലും എന്താണ് സ്വകാര്യമായിട്ട് ചെയ്യേണ്ടത്? എന്താണ് സ്വകാര്യതയായിട്ടുള്ളത് public ആയിട്ട് നേരത്തെ ചെയ്യേണ്ടത്? പറഞ്ഞ പോലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള കിടപ്പറ നേരെ കൊണ്ടുപോയിട്ട് റോട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് ആണോ ഇവിടെ ചെയ്യുന്നത്? അതുപോലെ അതിനെയാണോ തന്നെ ഇവിടെ അത് എതിർക്കുന്നത്? ചെയ്യേണ്ട അതിനെയാണോ ഇവിടെ സാഹചര്യം എതിർക്കുന്നത്? ഒരു വീട് അടച്ചു വേണം അത് ചെയ്യാൻ അല്ല, വേണ്ടി. ഒറ്റ ചോദ്യം. മലയാളികൾ അതുപോലെ തന്നെ എത്തി നോക്കുന്നത് ഭാര്യയും ഭർത്താവും ഇന്റർകോഴ്സ് പൊതു റോട്ടിൽ നടത്തിയിട്ട് അതിനെയാണോ അതുപോലെ ആളുകൾ തന്നെ നോക്കുന്നത്? കൊടചൂടി അതിലേക്കാണോ ആളുകൾ പോകുന്നത്? കൊടചൂടി വെറുതെ നിൽക്കേണ്ട അതോ കാര്യമല്ല. അല്ല അവിടെ മാറ്റി നിർത്തും. ഒരു കൊടചൂടി സ്വാഭാവികമായിട്ട് രണ്ട് സ്ഥലത്ത് രണ്ട് കവിതാക്കൾ നിൽക്കുന്നു. രണ്ട് സ്ഥലത്ത് രണ്ട് കവിതാക്കൾ നിൽക്കുന്നു. ഒന്ന് കൊട ചൂടാണ്ട് നിൽക്കുന്നു, ഒന്ന് കൊട ചൂടി നിൽക്കുന്നു. എവിടെ ആരും നോക്കും? കൊട ചൂടാത്തെടുത്ത് ആരും നോക്കില്ല. കൊട ചൂടിയെടുത്ത് നോക്കും. കൊട ചൂടിയെടുത്ത് നോക്കും. ചോദിക്കട്ടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൊതുനിരത്തിൽ ചുംബിച്ചാൽ പ്രശ്നമെന്ന് പറയുന്നു. ഇതിൽ യഥാർത്ഥ ഇരകൾ ആരാണ്? പൊതുനിരത്തിൽ പഠിക്കാൻ പോകുന്ന ഒരു 5-6 സുഹൃത്തുക്കൾ, 3 പെൺകുട്ടികൾ കാണും, 3 ആൺപിള്ളേർ കാണും. അവര് പോയി ഒന്നിരുന്ന് പഠിച്ചാൽ ഈ പിങ്ക് പോലീസ് അങ്ങനെ പല കൺസെപ്റ്റുകളുണ്ട്. ഇവരെ വന്നിട്ട് ചോദ്യം ചെയ്യാണ്. യഥാർത്ഥ ഇരകൾ ഇവരാണ്. ഈ ചുംബിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവും വരുന്നില്ല. ഇവര് സുഹൃത്തുക്കൾ ഒന്ന് പോയി ഇരുന്നാൽ ഉടനെ സംശയാസ്പദമായി നോക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സൺസെറ്റിന് വേണ്ടിട്ട് സാറിനോട് തിരിച്ചിട്ട് പറയാം. ഞാൻ എന്റെ കാമുകിയുണ്ട്, എന്റെ കാമുകി ബ്ലാക്ക് അപ്പൊ പറഞ്ഞത് സാർ കണ്ട് വരികയാണ്. വലിയ കറുത്ത കൊടയുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതൊരു ഒളിഞ്ഞു നോട്ടമാണ്. ആ കേക്ക് അല്ല. എന്നിട്ട് വന്നിട്ട് ഒരാള് വന്നിട്ട് മാത്രമല്ല ഇല്ല അങ്ങനെ ചോദിച്ചിട്ട് പുള്ളി ഒരു കാര്യം കൂടെ ചെയ്തു. ഇല്ല സാറേ, ഒന്ന് കണ്ണടിച്ച് കാണിച്ചല്ലേ. പറയാൻ വരുന്നത് കേൾക്കണം. ഒരു അധ്യാപകനാണ്. ഇല്ല ഞാൻ പറയാം. ഇവിടെ ഞാൻ ഈ കൊട സാറേ, ഞാൻ ഈ കൊട വെച്ചു. എന്റേതായ കൊടക്കകത്ത് ഞാനും എന്റെ കാമയും കൂടി ഇരുന്നുണ്ടായിരുന്നു. ഈ കൊട എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം ഫോക്കസ് പുഷ് ചെയ്തിട്ട് വീഫണ്ടൊക്കെ കാമുക എന്റെ ക്യാമറയായിരുന്നു. എന്തേ കാമുക എന്റെ ക്യാമറയായിരുന്നു സാറേ. സാറിന് അറിയാലോ, എന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് സാറിന് അറിയാം. എന്റെ കാമുക എന്റെ ക്യാമറയായിരുന്നു. ഞാൻ ഗ്ലെയർ അടിക്കാൻ വേണ്ടി കറുത്ത കൊടയൊക്കെ വെച്ചിട്ട് ഗ്ലെയർ അടിക്കാൻ വേണ്ടിട്ട് മറൈൻ ഡ്രൈവിന്റെ ടോപ്പിക് ആയിട്ടിരുന്നവനാ ഞാൻ. അവിടെയും ഒളിഞ്ഞു നോക്കി. നടക്കുന്നതാണ് പബ്ലിക് വിചാരിച്ചത്. സ്വകാര്യത എന്ന് പറയുന്നത് എന്റെ പ്രൈവറ്റ് സ്വത്താണ്. അത് ഞാൻ പബ്ലിക്കിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നോക്കും. അതിൽ പരാതിപ്പെടാൻ നമുക്ക് അവകാശമില്ല. അത് ഒളിഞ്ഞു നോട്ടമല്ല. ഞാൻ എന്റെ പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സ്വകാര്യ സ്വത്ത് പബ്ലിക്കായിട്ട് പ്രദർശിപ്പിച്ചാൽ അതൊരു ആളുകൾ ഒളിഞ്ഞു നോക്കിയാൽ പരാതിപ്പെടാൻ പറ്റത്തില്ല. തങ്ങളുടെ സ്വകാര്യ സ്വത്ത് പബ്ലിക്കായാലും ആർക്കും ആക്രമിക്കാൻ എന്റെ സ്വകാര്യത സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് എന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ പറഞ്ഞ അധ്യാപകരെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. സാറേ, ഒരു കുട്ടി 8 മണിക്കൂർ മാത്രമേ സ്കൂളിലുള്ളൂ മാക്സിമം. ബാക്കി വരുന്ന സമയം മുഴുവൻ വീട്ടിലാണ്. അപ്പൊ കുട്ടികളെ ആ 8 മണിക്കൂർ വരുന്ന ആ സമയത്തിന് ഉള്ള മാതൃകമാക്കി അധ്യാപകർക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ റോൾ മോഡൽ എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ റോൾ മോഡൽ പേരൻസ്, അത് കഴിഞ്ഞ അധ്യാപകർ തന്നെയാണ്. അതുകൊണ്ടാണ് സാറേ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ചോദിക്കണേ, മത്ത കുത്തിയ കൊമ്പളം മുളയ്ക്കോ? എല്ലാ അച്ഛനും അമ്മയ്ക്കും പ്രേമിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അല്ല ഉണ്ടോ? ഉണ്ട്. സാറ് ചെയ്തത് ഒരു എത്തിനോട്ടമാണ്. എനിക്കൊരു പ്രണയമുണ്ട് എന്ന് ചോദിക്കാൻ സാറിനുണ്ടായ ഇന്റൻഷൻ ഉണ്ട്. അതെന്താണെന്നറിയോ? കാരണം ഒരു പ്രണയമുള്ള എന്തെങ്കിലും തരത്തിലൊരു പ്രണയമുള്ള ആരും സംസാരിക്കുന്ന രീതിയിലല്ല മോള് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ഉത്തരത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. സാർ ഇപ്പൊ പറഞ്ഞു ഒരു പ്രണയമുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെയല്ല ഞാൻ സംസാരിക്കുന്നത്. അതായത് സാർ അതിൽ മുൻവിധിയോടുകൂടി കാര്യങ്ങൾ കാണുന്നു. സാർ അതിനെ മുൻവിധിയോടുകൂടി കാണുകയാണ്. എനിക്ക് പ്രണയമുണ്ട് എന്ന് പറഞ്ഞപ്പോ സാറിന്റെ ആ മുൻവിധിയാണ് മാറിയത്. അല്ല എന്റെ മുൻവിധി മാറിയില്ല. കാരണം എന്താണെന്നറിയോ? കാരണം പ്രണയം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് വ്യക്തിപരമായ ഒരു ചോദ്യമല്ല. കാരണം പ്രണയിതാക്കൾ കേരളത്തിൽ നേരിടുന്നത് അതിഭീകരമായ സദാചാര ഗുണ്ടായിസത്തെയാണ്. സ്വാഭാവികമായും പ്രണയിക്കുന്ന ഒരാൾ അത്തരം ഒരു ഗുണ്ടായിസത്തെ നേരിട്ടിട്ടുണ്ടാകാം. ഞാൻ ആ ഒരു വളരെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ വ്യക്തിപരമായ ചോദ്യമേ. പ്രണയിക്കുന്നതിന് അവർക്ക് ഗുണ്ടായിസം നേരിടുന്നു എന്ന് പറയുന്നതേ, നമ്മൾ ഒരാളെ പ്രണയിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അച്ഛൻ അമ്മ അറിയുക, അവരെ കല്യാണം കഴിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ പബ്ലിക്കായ ഒരു പ്ലേസിൽ പോയിരുന്നു ചുംബിക്കുക. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഒരാൾ പബ്ലിക്കായി ചുംബിക്കുന്നതും ഒരാൾ തോളത്ത് കൈയിട്ടിടുമ്പോഴും കാണുന്ന ആൾക്കുണ്ടാകുന്ന മനോവികാരം രണ്ടാണ്. നമ്മൾക്കുണ്ടാകുന്ന ഡിഫറൻസ്, നമ്മൾ മൂഡ് ഡിഫറൻസ്. നമ്മൾ ഒരാളെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർ
രണ്ടുപേരും കൂടെ കിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുനിഞ്ഞു നോക്കും. അപ്പം കുനിഞ്ഞാ മതിയല്ലോ. നമ്മൾ കുനിഞ്ഞാ ആ, സർ, അല്ല, ഞാൻ ചോദിക്കട്ടെ നമുക്ക് വളരെ സർ, simple ആയിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്താൽ പറയാൻ പാടില്ല. ഒരു പബ്ലിക് പ്ലേസ് ആണത്. ഞാൻ ഒരു സൺസെറ്റ് കാണാൻ പോയിരിക്കുകയാണ്. എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ആള് തമ്മിൽ ഞാൻ സ്മൂച്ച് മോളോട് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു ഞാൻ ചോദിച്ചു എങ്ങനെ ചോദിക്കട്ടെ. കാണും? മോള് ഒരു അവിചാരിതമായി ഒരാൾ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നു. മോൾ എന്ത് ചെയ്യും? സർ, മോൾ എന്ത് ചെയ്യും? അല്ല എന്ത് ചെയ്യും? സർ, അത് പറയാൻ എന്ത് പാടില്ല. ചെയ്യും? ഞാൻ അത് പറയാം, പറയാൻ എന്ത് പറ്റില്ല. ചെയ്യും? സാർ, അത് രണ്ട് സർ, അല്ല സാർ, അതൊക്കെ വെറും വിഡ്ഢിത്തരമായ ചോദ്യങ്ങളാ സാർ. ഒരാൾ മൂത്രം ഒഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ വേണ്ടത് ഇവിടെ മൂത്രം ഒഴിക്കുന്നത് കാണുന്നതല്ല ഇവിടെ പ്രസക്തമായ കാര്യം അതല്ല. താങ്കൾ വന്നിരുന്ന് പറയുന്നത് മുഴുവൻ നെഗറ്റീവ് എനർജിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് മുഴുവൻ. അവിടെ താങ്കൾ വിചാരിക്കുന്നത് ഞാനാണ് എല്ലാം എന്നൊരു ധാരണ, അത് തെറ്റാണ്. പൊതുസമൂഹത്തിൽ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒളിഞ്ഞുനോട്ടം. ലൈംഗികതയുമായി ബന്ധപ്പെടുത്തി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് കൊണ്ട് ഒളിഞ്ഞുനോട്ടത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച അവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി ഇതേ സമയം. ഗുഡ് ബൈ.